أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. So we have seen what is isti'adat. Isti'adat is saying أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. So before we start reciting Holy Quran, we should say أعوذ بالله من الشيطان الرجيم. What is the meaning? I seek refuge with Allah from the Satan, the cursed one. അതായത് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? പിന്നീട് ബസ്മല, തഅവ്വുദ്, ഇസ്തിആദത്ത്, ഇസ്തിഅദാദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇത് ചൊല്ലിയതിനു ശേഷം we should say ബസ്മല. ബസ്മല or it is otherwise called തസ്മിയ. തസ്മിയ ism means name, പേര് അല്ലേ? ബിസ്മില്ല, starting with the name of Allah, that is called bismillah. Saying Bismillahir Rahmanir Rahim. ഇസ്മു കൊണ്ട് തുടങ്ങുക. ഏത് ഇസ്മു കൊണ്ട്? ഇസ്മുല്ലാഹ്, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുക. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി തുടങ്ങുക. പൂർണ്ണമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് പൂർണ്ണമായ വാക്യം അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. Bismillah, saying Bismillah is necessary or it is recommended before any halal deed. നമുക്ക് അനുവദനീയമല്ലാത്ത പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അനുവദനീയമായ ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലൽ സുന്നത്താണ്. ശരിയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാൽ ഇത് ബർക്കത്തുണ്ടാവും. ശരിയല്ലേ? ബർക്കത്തുണ്ടാവും. Before we start a journey, we should say Bismillahir Rahmanir Rahim. Before we enter the classroom, we should say what? Bismillahir Rahmanir Rahim. Before we start writing, we should say Bismillahir Rahmanir Rahim. അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാൻ. രാവിലെ ഒരാൾ കൂലിപ്പണിക്ക് പോവാണ്, രാവിലെ അയാൾ ജോലിക്ക് പോവാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അപ്പോഴും എന്ത് ചെല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവനെ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്നു, അപ്പോഴെന്ത് ചെല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. When we enter the khala, bathroom, then also we should say, before we enter khala, we should say what? Bismillahi Allahumma inni a'udhu bika minal khubuthi wal khaba'ith. അതിന് മുമ്പ് എന്തുണ്ട്? ബിസ്മില്ലാ എന്നുണ്ട് ദിക്ർ തുടങ്ങുന്നതിന് മുമ്പ് അല്ലേ? പുറത്തിറങ്ങുമ്പോൾ അറിയാലോ. ബിസ്മില്ലാഹി മീൻസ് ബി ഇസ്മില്ലാഹി എന്നാണ് യഥാർത്ഥത്തിൽ. ആക്ച്വലി ഇറ്റ് ഈസ് ബി ഇസ്മില്ലാഹി. ബി മീൻസ് കൊണ്ട്, വിത്ത്. ബി ഇസ്മി വിത്ത് ദ നെയിം ഓഫ്, പേര് കൊണ്ട്, നാമം കൊണ്ട്. ആരുടെ നാമം കൊണ്ട്? ഹൂസ് നെയിം? വിത്ത് ഹൂസ് നെയിം? ബി ഇസ്മില്ലാഹി വിത്ത് ദ നെയിം ഓഫ് അല്ലാഹ്. I start എന്നർത്ഥം. അബ്തദിഉ ബിസ്മില്ലാഹി. അബ്തദിഉ ബിസ്മില്ലാഹി, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഞാൻ തുടങ്ങുന്നു, ഞാൻ ചെയ്യുന്നു. എന്ത്? ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട്. ബി ഇസ്മി എന്നുള്ളതിൽ അലിഫ്, ബി ഇസ്മി, അലിഫ് ഈസ് ഡിലീറ്റഡ്. അലിഫിനെ എന്താക്കാം? ഒഴിവാക്കിയിരിക്കാം. ഇൻ പ്രൊനൗൺസിയേഷൻ, ഇൻ റൈറ്റിംഗ് ബാ, ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ബാ ഈസ് സംവാട്ട് എലോങ്ങേറ്റഡ്. കുറച്ച് എഴുത്തിൽ കുറച്ച് നീട്ടി ഇടും. ബിസ്മില്ലാഹി എഴുതുമ്പോൾ സാധാരണ ബാ എഴുതുന്നതിനേക്കാളും കുറച്ച് നീട്ടി എഴുതും. അലിഫ് കളഞ്ഞില്ലേ? ഉണ്ട്. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. എങ്ങനത്തെ അള്ളാഹ്? ഹിസ് ആട്രിബ്യൂട്ട്സ്. റഹ്മാൻ another name. റഹീം is Allah's another name. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൽ അസ്മാഉൽ ഹുസ്ന, വല്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്ന 99 പേരുകളുണ്ട് അല്ലേ? 99 names of Allah. അതിൽപ്പെട്ട ഒരു പേരാണ് അള്ളാഹ്. another name റഹ്മാൻ, another name റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. what is the meaning? in the name of Allah, the most beneficent, the most merciful.
നമ്മൾ സാധാരണ ട്രാൻസ്ലേഷൻ പറയാം അല്ലേ. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഇനി വാട്ട് ആർ ദ വെർച്യൂസ് ഓഫ് ബസ്മല? ബസ്മല മീൻസ് saying ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ recorded in his മുസ്നദ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നുള്ള ഒരു ഇമാമാണ്, ഇമാമിന്റെ പേരാണ്, 4 മദ്ഹബുകളിലെ ഒരു ഇമാമാണ്. അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയത് a person who was riding behind the prophet sallallahu alaihi wasallam. ഒരാള് നബിന്റെ കൂടെ സവാരി ചെയ്യായിരുന്നു, ഒട്ടകപ്പുറത്തോ വാഹനപ്പുറത്തായിരിക്കും. Then the prophet said, then the prophet's animal tripped, fell. നബിയുടെ വാഹനം മൃഗായിരുന്നല്ലോ, വാഹനം അത് ട്രിപ്പ് ചെയ്തു. Then the person with the prophet who was riding with the prophet, ആ സഹാബി, ആ നബിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് എന്ത് പറഞ്ഞു? കഴ്സ്ഡ് ഷൈത്താൻ. എന്താണ് കഴ്സ്ഡ് ഷൈത്താൻ? ശപിക്കപ്പെട്ട പിശാചിനാണ്. മനസ്സിലായില്ലേ? Then the prophet said, لا تقل تعس الشيطان. تعس الشيطان എന്ന് പറയില്ലേ? فإنك إذا قلت تعس الشيطان تعاظم وقال بقوته صرغته فإذا قلت بسم الله تصاغر حتى يصير مثل الذباب. എന്താ നബി പറഞ്ഞത്? Don't say curse shaitan, for if you say these words, Satan becomes arrogant. Satan ധിക്കാരിയാവും. എന്നെ കൊണ്ടാണല്ലോ അത് സാധിച്ചത്. And he will say, I made him fell. എനിക്കിപ്പോൾ അവനെ വീഴ്ത്താൻ പറ്റിയത്, ഞാനാണല്ലോ വീഴ്ത്തിയത് എന്നവൻ പറയും. ബട്ട് ഇതാ പുരുത്ത നീ പറഞ്ഞാൽ ബിസ്മില്ല എന്ന് പറയുന്നത്, ബിസ്മില്ല എന്ന് പറയുമ്പോൾ ഷൈത്താൻ അലർജിയാണ്. Then Bismillah, then what shaitan will, how will shaitan's reaction? Satan's reaction will be tasara hatta yaswira misal ad-dubab. He will become small, or he will become small, as small as a fly. He will become as small as a fly. ഫ്ലൈനെ പോലെ, ഒരു ഈച്ചയെക്കാട്ടിലും ഒരു പ്രാണിയെക്കാളേറെ ചെറുതാവും. കാരണം ഷൈത്താൻ വളരെ നിന്ദ്യനാവും. ശരി, ബിസ്മില്ലാഹി പറയും. Before starting wudu, we should say Bismillahir Rahmanir Rahim. In one hadith, Abu Hurairah radiyallahu anhu narrated from the Prophet sallallahu alaihi wasallam, from Rasulullah sallallahu alaihi wasallam, لا وضوء لمن لم يذكر اسم الله عليه. അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കാതെ ഒരു ഒന്നുമില്ല. കാരണം അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കൽ ഒരു സുന്നത്തായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്താണ്, അത് നിർബന്ധം പോലെ തന്നെയാണ്. ശരി, ബിസ്മില്ല ഈസ് റെക്കമെൻഡഡ് ബിഫോർ ഈറ്റിംഗ് ആൾസോ. തിന്നതിന് മുമ്പ് ബിസ്മില്ല സുന്നത്താണ്. Muslim recorded in a hadith in Sahih Muslim, Rasulullah sallallahu alaihi wasallam said to Umar bin Abi Salama, while he was a child under Prophet's care, നബിയുടെ പരിചരണത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആര്? ഉമർ ബിൻ അബി സലമ. ആ കുട്ടിയോട് നബി പറഞ്ഞു ഒരിക്കൽ, ഖുൽ ബിസ്മില്ലാഹ് വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക. എന്താ നബി പറഞ്ഞത്? ഖുൽ ബിസ്മില്ലാഹ്, സേ ബിസ്മില്ലാഹ്, വകുൽ ബിയമീനിക. എന്ത് ചെയ്യുന്നതാണ്? നീ എന്ത് ചെയ്യണം? വലത് കൈ കൊണ്ട് കഴിക്കണം. യമീൻ ഷിമാൽ, കേട്ടില്ലേ? യമീൻ റൈറ്റ്, ഷിമാൽ ലെഫ്റ്റ്, അമാം ഫ്രണ്ട്, അല്ലേ? വറാൽ ബിഹൈൻഡ്. വകുൽ മിമ്മാ യലീക, and you eat from whatever is next to you. ഇതിന്റെ തൊട്ടടുത്തുള്ളത് തിന്ന. എന്താണ്? കുൽ ബിസ്മില്ലാ, ബസ് സേ ബിസ്മില്ലാ. വകുൽ ബിയമീനിക, eat with your right hand. വകുൽ മിമ്മാ യലീക, എന്താണ്?
and eat from whatever is closest to you, whatever is next to you. ഒരു പാത്രം അങ്ങനെ വെച്ചിട്ടേ പാത്രത്തിന്റെ അറ്റത്തുനിന്ന് അങ്ങേറ്റത്തുനിന്ന് പോയി തിന്നരുത്, അവിടുന്ന് ഇവിടുന്ന് തിന്നരുത്. നമ്മുടെ ഭാഗത്ത് നമ്മൾ തിന്നതിന്റെ ഫ്രണ്ട് ആ ഭാഗത്തുനിന്ന് തിന്നണം. ശരിയല്ലേ? ഒന്നിച്ച് വലിയ പാത്രത്തിലൊക്കെ പണ്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു, വലിയ ഇലയൊക്കെ വെച്ചിട്ട് കുറെ കുടുംബം ഒന്നിച്ചിരുന്നിട്ട് ഒരൊറ്റ വലിയ പാത്രത്തിൽ നിന്ന്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ മുമ്പ് പോയി കഴിക്കാൻ പറ്റുക. നമ്മളിരിക്കുന്ന ഭാഗത്തുനിന്ന് അല്ലെ നടുവെന്ന് ഒന്നായിട്ട് കോരിക്കരുത്. ശരിയല്ലേ? ഓരോരുത്തർക്കും ഓരോ പാത്രമായിട്ടാണ് കഴിക്കുന്നത് അല്ലേ? ബസ്മല ഈസ് ആൾസോ റെക്കമെൻഡഡ് ബിഫോർ സെക്ഷൽ ഇന്റർകോഴ്സ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെടുമ്പോഴും എന്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. എന്നാൽ അതിലുണ്ടാവുന്ന കൊച്ചുങ്ങൾ പിന്നെ അവര് ബർക്കത്തുള്ളവരായിരിക്കും. മനസ്സിലല്ലേ? The two Sahih recorded that Ibn Abbas said that Rasulullah sallallahu alaihi wasallam said. രണ്ട് സഹീഹും, രണ്ട് സഹീഹ് പിന്നെ ബുഖാരി മുസ്ലിം രണ്ട് പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളാണ്. ശരിയല്ലേ? 6 പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ 2 സഹീഹുൽ ബുഖാരി, സഹീഹുൽ മുസ്ലിം. അതിൽ രണ്ടിലും റെക്കോർഡ് ചെയ്തൊരു ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ലൗ അന്ന അഹദകും ഇദാ അറാദ അൻ യഅതി അഹ്ലഹു ഖാല ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വജന്നിബ് ശൈത്താന മിമ്മാ റസഖതനാ ഫഇന്നഹു യുഖദ്ദിർ ബൈനഹുമാ വലദുൻ ലം യദുർറഹു ശൈത്താനു അബദ. ലൗ അന്ന അഹദകും, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ, ഇദാ അറാദ അൻ യഅതി അഹ്ലഹു, എന്താണ്? ലൗ അന്ന അഹദകും ഇദാ അറാദ അൻ യഅതി അഹ്ലഹു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ സ്വന്തം ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ സ്ത്രീ പുരുഷനുമായിട്ട് ബന്ധപ്പെടാൻ ഉദ്ദേശിച്ചാൽ അവരെന്ത് ചെയ്യണം? കാല അതിനു മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താന വജന്നിബ് ശൈത്താന ഫീമാ റസഖതനാ ചൊല്ലണം. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുമ്മ അല്ലാഹുവേ, ജന്നിബ്ന ശൈത്താന ശൈത്താനെ ഞങ്ങളെ തൊട്ട് ആറ്റി അകറ്റണം, വജന്നിബ് ശൈത്താന ഫീമാ റസഖതനാ ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവരിൽ തൊട്ടും ശൈത്താനെ അകറ്റണേ. ഫൈനഹു യുഖദ്ദിർ ബൈനഹുമാ വലദൻ, അപ്പോൾ അല്ലാഹു അവർക്കൊരു കൊച്ചിനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലിയാൽ എന്ത് സംഭവിക്കും? ലം യദുർറഹു ശൈത്താൻ അബദ, ഒരിക്കലും ആ കുട്ടിക്ക് ശൈത്താൻ ബാധിക്കും. ശരി, ശൈത്താന്റെ ഫിത്ന ഉണ്ടാവില്ല. സമയം പോലെ saying Bismillahir Rahmanir Rahim allowed in prayer. അതായത് നിസ്കാരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹന്റെ മുമ്പോതല്ല, ഫാത്തിഹയിൽ പെട്ടതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഫാത്തിഹയിൽ പെട്ടതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പെട്ടതല്ല എന്ന് 2 അഭിപ്രായങ്ങളുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഫാത്തിഹയിൽ പെട്ടതാണെന്നുള്ള അഭിപ്രായ പ്രകാരം എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഉറക്ക ചൊല്ലണം. മനസ്സിലായില്ലേ? ഫാത്തിഹയിൽപ്പെട്ടതാണ്. ഫാത്തിഹയിൽപ്പെട്ടതല്ല എന്നുള്ള അഭിപ്രായ പ്രകാരം പതുക്കെ ചൊല്ലിയാലും മതി. ശരിയല്ലേ? ഓൾ സ്കോളേഴ്സ്, ഓൾ ഉലമ, ഉലമ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അല്ലേ? ഹലിം ജമാണ് ഉലമ, അറിയില്ലേ? All scholars agree that Bismillahir Rahmanir Rahim is a part of an ayat in Surah An-Naml, Surah number 27. അതായത് ഖുർആൻ 27ാമത്തെ സൂറത്തായ സൂറത്തുൽ നംലിൽ ബിസ്മില്ലാഹി എന്നൊരു വാക്കുണ്ട്. ശരി, ഒരു ആയത്തിന്റെ ഭാഗമായിട്ട് ബിസ്മില്ലാഹി എന്നുണ്ട്. ശരി, ആ സൂറത്തിൽ ബിസ്മില്ലാഹി ആ സൂറത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ എല്ലാ ഉലമാക്കൾക്കും ഒരു അഭിപ്രായമാണ്, അഭിപ്രായ വ്യത്യാസമല്ല, ഖിലാഫില്ല. ശരി, but scholars disagree over whether it is a separate ayat in every surah. ഓരോ സൂറത്തിലും ഇതൊരു പ്രത്യേക ആയത്താണോ, or where Bismillah appears in the beginning. അതായത് ബിസ്മില്ല തുടക്കത്തിൽ ഉള്ള സൂറത്തുകളിൽ, ബിസ്മില്ല തുടക്കത്തിലുള്ള സൂറത്തുകളിൽ ഇപ്പം സൂറത്തുൽ നംലിൽ ഇടയിൽ വരുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ, ആദ്യത്തിലുണ്ട്. അപ്പൊ ആദ്യത്തില് ബിസ്മില്ലാഹി ഇല്ലാത്ത സൂറത്തിൽ തൗബയിൽ മാത്രമേ ഉള്ളൂ. ബറാഅത്തു മിനല്ലാഹി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇല്ല. ശരി, പഠിച്ചിട്ടുണ്ട് അല്ലേ? ബിസ്മില്ലാഹി ഇല്ലാത്ത സൂറത്ത് ഏതാണ്? സൂറത്തു തൗബ അല്ലെങ്കിൽ ബറാഅത്ത്. ശരി, 2 ബിസ്മില്ലാ ഉള്ള സൂറത്താണ് സൂറത്തുൻ നംൽ. അപ്പോൾ ഈ തുടക്കത്തിൽ ബിസ്മില്ല ഉള്ള ആ സൂറത്തുകളിൽ ബിസ്മില്ല
whether it is a part or a separate ayat of that surah. ആ സൂറത്തിന്റെ ഒരു ആയത്താണോ പിന്നെ ആ ഒരു ആയത്തിന്റെ ഭാഗമാണോ അതേ ഭാഗമല്ലേ, ഇങ്ങനെ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ. ശരി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ താബീങ്ങളിൽപ്പെട്ട ഇവരെല്ലാവരും എന്താണ്, their view is that Bismillah is part of the surah, part of al-Fatiha. Bismillah ഇതിന്റെ ആദ്യത്തിലുണ്ട്, ബിസ്മില്ല ആയത്ത് തന്നെയാണ് എന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം. ശരിയല്ലേ? അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ബിസ്മില്ല ഷുഡ് ബി റിസൈറ്റഡ് അലൗഡ് ഇൻ ദ പ്രയർ, അലൗഡ് ഇൻ ദ ഫാത്തിഹ. ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഉറക്കെ ഉച്ചരിക്കണം. ഫാത്തിഹ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ, ശരി, ഫാത്തിഹ പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ പതുക്കെ ആയിരിക്കും. Imam Malik radiallahu anhu, Imam Abu Hanifa radiallahu anhu and their followers, their view is that Bismillah is not an ayat in Surah Al-Fatiha or any other surah where there is Bismillah in the beginning. Bismillah starting ilulla ഏത് സൂറത്തിലും ഫാത്തിഹയിൽ ഉൾപ്പെടെ അത് ഒരു ആയത്തല്ല എന്നുള്ള അഭിപ്രായമാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പോലുള്ള ഇമാമുകൾക്കുള്ളത്. ശരിയല്ലേ? അപ്പം many scholars and imams like Imam Ash-Shafi, Imam Ash-Shafi, നമ്മുടെ ഇമാം ഷാഫി, ഷാഫി മദ്ഹബ് സ്വീകരിച്ച ആളുകളാണ്. അപ്പം നമ്മൾ 4 മദ്ഹബുകളുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദ്ഹബ്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദ്ഹബ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദ്ഹബ്. 4 പ്രബലമായ മദ്ഹബുകളുണ്ട്. അതായത് ഫിഖ്ഹ് കാര്യങ്ങളിലുള്ള ചെറിയ ചില കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ശരി, ഇങ്ങനെ പല റിപ്പോർട്ടുകൾ ഉണ്ടാകും. അപ്പം ഈ ഇമാമുകൾ റിസർച്ച് നടത്തിയിട്ട് ഓരോ മദ്ഹബായിട്ട് അത് ഓരോ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് മദ്ഹബായിട്ട് രൂപപ്പെട്ടു. ശരി. അപ്പം നമ്മളതിൽ ഇമാം ഷാഫിയുടെ മദ്ഹബ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ many scholars, many ulama, including Imam Shafi radiallahu anhu and many companions of Prophet sallallahu alaihi wasallam, many sahaba, companions is many sahabat of Prophet sallallahu alaihi wasallam, like Abu Hurairah radiallahu anhu, is of the view that Bismillah is a part of ayah, and so Bismillah should be recited aloud in the prayer. Aloud means aloud, ഉറക്കെ പറയണം, ഉറക്കെ ഓതണം എന്നുള്ളത്. ഇനി ഇതിന് തെളിവെന്താണ്, ഉറക്ക ബിസ്മില്ലാ ചൊല്ലണം എന്നുള്ളതിന് തെളിവെന്താണ്? According to the scholars, Bismillah is a part of Surah Al-Fatiha. So, one proof is that in An-Nasai, in his Sunan Nasai ഒരു ഹദീസ് കിതാബാണ്. ശരിയല്ലേ? 6 പ്രധാന ഹദീസ് കിതാബുകളുണ്ട് പറഞ്ഞു. അതിൽപ്പെട്ടതാണ് സുനൻ നസായി. Ibn Hibban and Ibn Khuzaymah in their Sahih, and Nasai in his Sahih, and Al-Hakim in his Mustadrak എന്ന് പറഞ്ഞൊരു കിതാബ്, ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ once performed salat. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയുടെ സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ നിസ്കരിച്ചു, and recited Bismillah aloud, എന്നിട്ട് ബിസ്മില്ലാ ഉറക്കെ ഓതി. ശരി. After finishing the basmala, after finishing the salat, നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു said, എന്നിട്ട് അബൂ ഹുറൈറ പറഞ്ഞു, among you I perform a prayer that is closest to the prayer of Rasulullah sallallahu alaihi wasallam. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ നിസ്കരിച്ച നിങ്ങളുടെ ഇടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രയറിനോട്, സ്വലാത്തിനോട് ഏറ്റവും യോജിച്ച രൂപത്തിൽ നിസ്കരിച്ചാണ് ഇപ്പൊ നിസ്കരിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതും ഫാത്തിഹ ഉറക്കോതി ബിസ്മില്ലാ ഉറക്കോതിരുന്നു എന്ന് മനസ്സിലാക്കാം. ശരി. In another instance, another hadith, സലമ റളിയല്ലാഹു അൻഹ said, lady sahabiya, the messenger of Allah used to distinguish each ayat during his recitation. സലമ എന്ന് പറയുന്നത് സഹാബി വനിതയാണ്. ശരി. നബിയുടെ കാലത്ത് ജീവിച്ച ഒരാണ് സഹാബികൾ അല്ലേ? നബിയുടെ കാലത്ത് ജീവിച്ച മുസ്ലിങ്ങളാണ്, നബിയെ കണ്ട ആളുകളാണ് സഹാബാക്കൾ. The messenger of Allah, Rasulullah sallallahu alaihi wasallam,
used to distinguish each ayat during his recitation, during his tilawat. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമ്പോൾ ഓരോ ആയത്തും പ്രത്യേകം എടുത്തെടുത്ത് ഓതുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അങ്ങനെ ഓതില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിർത്തി അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഓതുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞ എങ്ങനെയാണ് അറിയോ? Rasul sallallahu alaihi wasallam used to distinguish each ayat during his recitation എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഇങ്ങനെ പൂർണ്ണമായിട്ടാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തൊട്ട് തുടങ്ങിയിട്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അപ്പോൾ ഈ ആയത്ത് എന്ന് പറഞ്ഞു ഓരോ ആയത്തും പറയുമ്പോൾ ബിസ്മില്ലാഹി ആയത്താണ് ഒന്നില്ലേ. ശരി, another proof. Imam al-Hakim in his Mustadrak recorded Muawiyah radiyallahu anhu sahabiya. Muawiyah radiyallahu anhu sahabiya. കുറച്ചു കാലം ഖലീഫയായിരുന്നു. മനസ്സിലായില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു once led the salat in al-Madina. മദീനയിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു ഇമാമായിട്ട്. ശരി, and did not recite bismillah. ബിസ്മില്ലാ എന്ന് ചൊല്ലില്ല. ഉറക്കെ ശരി ഉണ്ടാവില്ല, ഇതായിരിക്കും. ശരി, ആളുകൾക്ക് ചാനലിൽ ശരി എന്ന് പറയുള്ളൂ. ബിസ്മില്ല ഉറക്കെ ചൊല്ലില്ല, ബിസ്മില്ല ഇല്ല. ദ മുഹാജിരീൻ ഹു ആർ പ്രസന്റ് അറ്റ് ദാറ്റ് പ്രയർ, ആ പ്രയറിന് ഒരുമിച്ച് കൂടിയിരുന്ന മഅ്മൂമികളായിട്ടുള്ള മുഹാജിറുകളായിട്ടുള്ള ആളുണ്ടായി. ഹിജ്റ പോയ സഹാബികളാണ് മുഹാജിറുകൾ. മദീനയിൽ ഉണ്ടായിരുന്ന സഹാബികളാണ് ആര്? അൻസാരികൾ. ആരാണ്? അൻസാരികൾ. മുഹാജിറുകളും അൻസാരികളും. ശരി, അപ്പം മുഹാജിരീങ്ങളായിട്ടുള്ള സഹാബികൾ അവരുടെ കൂടുതലുണ്ടായിരുന്നു നിസ്കാരത്തിൽ മഅ്മൂമികളായിട്ട്. The Muhajirin who were present at the prayer criticized that. Criticized means ഇതിനെ വിമർശിച്ചു, ഇതിനെ എതിർത്തു. ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, ബിസ്മില്ലാ ചൊല്ലാതെ ഇമാമ് സ്കെച്ച് ശരിയായില്ല. ശരിയല്ലേ? ഡ്യൂറിങ് ദ നെക്സ്റ്റ് സലാം, അപ്പോൾ അടുത്ത നിസ്കാരത്തിന് സമയപ്പം അടുത്ത നിസ്കാരത്തിൽ എന്ത് ചെയ്തു? മുആവിയ റളിയല്ലാഹു അൻഹു റെസൈറ്റഡ് ബിസ്മില്ലാ അലൗഡ്. മുഹാജിറുകൾ ഇങ്ങനെ പറഞ്ഞപ്പം എന്ത് ചെയ്തു? പിന്നെ അടുത്ത നിസ്കാരത്തിൽ ഉറക്കം. അപ്പോൾ ഇതും another proof. ഇനി സെക്കൻഡ് ഒപ്പീനിയൻ. ഇനി വേറെ ഒരു ഒപ്പീനിയൻ എന്താ വെച്ചാൽ ബിസ്മില്ല ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സൂറത്തുൽ ഫാത്തിഹ or any other surah where the bismillah is where the surah begins with bismillahir rahmanir rahim. ശരി, അപ്പോൾ ബിസ്മില്ല സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്ത് അല്ല, അല്ലെങ്കിൽ മറ്റേതൊരു സൂറത്തിൻ്റെയും തുടക്കത്തിലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ആയത്തല്ല എന്നുള്ള അഭിപ്രായ പ്രകാരം ഉള്ള പണ്ഡിതന്മാർ, അങ്ങനെയുള്ള പണ്ഡിതന്മാർ they stated that bismillah should not be recited allowed in salat. സ്കാരത്തിൽ ഉറക്കം ഓതണമെന്നില്ല. ശരി, അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. ഇറ്റ് ഈസ് ദ മദ്ഹബ് ഓഫ് ഇമാം അബു ഹനീഫ, ഇമാം സൗരി റളിയല്ലാഹു അൻഹു and ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇനി അതിനും പ്രൂഫ് ഉണ്ട്. ശരിയല്ലേ? One hadith recorded in the Sahih as follows. Anas ibn Malik radiyallahu anhu said, Anas ibn Malik radiyallahu anhu sahabiyan, അദ്ദേഹം പറഞ്ഞായിട്ട് ഒരു ഹദീസ്, I performed salat behind Prophet sallallahu alaihi wasallam. മുസ്ലിം പറയും ഞാൻ നിസ്കാരം നിർവഹിച്ചു. ഉമർ and ഉസ്മാൻ radiyallahu anhu, and they used to start the salat with alhamdulillahi rabbil alamin. ശരി, അപ്പോൾ അനസ് ibn Malik radiyallahu anhu പറയാണ്, ഞാൻ നബിന്റെ പിറകിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു പിറകിലും ഉമർ റളിയല്ലാഹു അൻഹു പിറകിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിറകിലും നിസ്കാരം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷെ അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങിയതായിട്ടും തെളിവുകളുണ്ട്. ശരിയല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിശ്ചിച്ച് തുടങ്ങി. ഇനി ഇൻ മുസ്ലിംസ് റിപ്പോർട്ട് there is he added this much also. They did not mention ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞില്ല എന്നുകൂടിയുണ്ട് മുസ്ലിമിന്റെ റിപ്പോർട്ട്. ശരി, from all this what we can understand, we have to follow madhab. നമുക്കൊരു മദ്ഹബ് ഫോളോ ചെയ്യണം. നമ്മൾ ഓരോരുത്തരും ഓരോ അഭിപ്രായമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഇമാമുകളുണ്ട്. ഈ ഇമാമുകളിൽ ഇപ്പം 4 പ്രധാന മദ്ഹബുകളുണ്ട്. ആ മദ്ഹബിൻ്റെ ഇമാമുകളെ നമ്മൾ ഫോളോ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇമാം അബു ഹനീഫ ഫോളോ ചെയ്യുന്നെങ്കിൽ, ഹനഫി മദ്ഹബ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുന്നില്ല അവർക്ക്. ശരി, ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കെ ചൊല്ലണം. എങ്ങനെ ചൊല്ലിയാലും നിസ്കാരം ശരിയാവും.
എങ്ങനെയാണെങ്കിലും നിസ്കാരം ശരിയാവും. കാരണം രണ്ട് മദ്ഹബ് പ്രകാരം രണ്ട് റിവായത്തുകളുണ്ട്, മാത്രമല്ല ഹദീസുകളിൽ തെളിവുകളുണ്ട്. ശരി. So from all these opinion are held by respected scholars, respected imams. വളരെ ഉന്നതരായ പണ്ഡിതന്മാർ ഇമാമുകൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊന്നും തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. From this we can understand that the salah, skara of those who recite Bismillah aloud or in secret is correct, not batil. Correct ആണ്. പക്ഷേ we should be doing so following in the habit.